സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ക്ഷേത്രകലാശ്രീ പുരസ്കാരം KS ചിത്രയ്ക്ക്, ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാര്യർക്കും RLV രാമകൃഷ്ണനും. കണ്ണൂർ PRD ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ M. വിജിൻ MLA, അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2022 സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 25,001 രൂപയുടേതാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം, 15,001 രൂപയുടേതാണ് ക്ഷേത്രകലാ ഫെലോഷിപ്പ്. വിവിധ മേഖലയിലെ 36 പേർക്കാണ് പുരസ്കാരം. അവാർഡ് ദാനം ഒക്ടോബർ 6-ന് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ് 36 പേർക്കാണ് നൽകണം എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട എക്സ്പേർട്ട് സമിതി അത് പരിശോധിച്ച് വിലയിരുത്തി ക്ഷേത്രകല അക്കാദമി കൂടി അംഗീകരിച്ചുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരിലൂടെ നമ്മുടെ സമൂഹത്തോട് പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്നത് ക്ഷേത്ര കലാശ്രീ പുരസ്കാരമാണ്. ക്ഷേത്രകലാശ്രീ പുരസ്കാരം 25,001 രൂപയാണ് അതിൻ്റെ തുക എന്ന നിലയിലേക്ക് വരുന്നത്. പക്ഷേ അവാർഡിൻ്റെ മൂല്യം അതിനുമപ്പുറമാണ്, വിലക്കപ്പുറമാണെന്ന് നമുക്കറിയാം. ഇത്തവണത്തെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ KS ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത്. പത്മവിഭൂഷൺ KS ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. പിന്നെ KS ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകലയെ പ്രോത്സാഹിപ്പിച്ച് നടത്തിയ പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടതായിട്ടില്ല. ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാദമി അത് വളരെ വലുതായി കാണുകയും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ KS ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത്. ക്ഷേത്രകലാ ഫെലോഷിപ്പ് അത് 15,001 രൂപയാണ്. 2 പേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത്. ഡോക്ടർ രാജശ്രീ വാര്യർ, അതോടൊപ്പം തന്നെ ഡോക്ടർ RLV രാമകൃഷ്ണൻ. ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സെപ്റ്റംബർ 2-ന് വൈകിട്ട് 5-ന് എരിപുരം പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത്, മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ PK മധുസൂദനൻ, K. ജനാർദ്ദനൻ, ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം, TK സുധി, കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു.